അപ്പം ഞാനിത് നോക്കിയപ്പോൾ വിചാരിച്ചു ഇങ്ങനെ വെറുതെ വീഡിയോ ഇടുന്നതിന് പകരം വല്ല ഉപയോഗപരമായ വീഡിയോ ഇടാന്ന്. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഗ്രേഡ് 6 6ാം ക്ലാസ് കുട്ടികൾക്കുള്ള സയൻസ് എന്ന് വെച്ചാൽ CBSE ആണ്. നമുക്ക് റൊക്കേഷനിസ്റ്റ് അക്കാഡമി എന്ന് പറയുന്നൊരു സ്കൂള് ദേശത്തുണ്ട്. അവിടെ നിന്നുള്ളൊരു ബുക്കാണ്. എന്ന് വെച്ചാൽ ഞാൻ അവിടെയാണ് പഠിക്കുന്നത്, അതുകൊണ്ട് അവിടെ നിന്നുള്ളൊരു ബുക്കാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ബുക്കിൽ നിന്നുള്ള ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിപ്പിക്കാനുമാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ നമുക്ക് സയൻസ് മാത്രമേ ഇപ്രാവശ്യം എടുക്കുന്നുള്ളൂ. ഗ്രേഡ് 7 ഒക്കെ ആകുമ്പോൾ നമ്മൾ സോഷ്യലും മലയാളമൊക്കെ ആക്കും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നിട്ട് തുടങ്ങുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് ആനിമൽസ്. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ്. നിങ്ങൾക്ക് ആ ബോർഡിൽ എഴുതുന്നത് വരെയൊക്കെ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പ്ലാന്റ്സിനെ പറ്റിയാണ്. ഇതാണ് പ്ലാന്റ്സ്. അപ്പോൾ ഞാനെന്ന് ചിലപ്പോൾ ഇച്ചിരി വരെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇന്ന് പ്ലാന്റ്സ് മാത്രം പഠിപ്പിച്ചിട്ട് ചിലപ്പോൾ ഞാൻ പോവുകയും ആനിമൽസ് ആകെ ഇച്ചിരി ഉള്ളൂ. ആനിമൽസ് പിന്നെ പഠിപ്പിക്കാം. അപ്പോൾ പ്ലാന്റ്സ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ്സ് എന്താണ്, ഹൗ ടു ഗ്രൂപ്പ് പ്ലാന്റ്സ്, എങ്ങനെയാണ് ഒരു പ്ലാന്റ്സിനെ 2 ടൈപ്പായിട്ട് മാറ്റാൻ. അതിനുവേണ്ടി നമുക്ക് അതിൻ്റെ പ്ലാന്റ്സിൻ്റെ സിസ്റ്റം പഠിക്കണം. സിസ്റ്റം എന്ന് വെച്ചാൽ അതിൻ്റെ പാർട്സ്, പ്ലാന്റ്സിൻ്റെ പാർട്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. എന്നാലും അത് ചാപ്റ്റർ മുഴുവൻ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ പ്ലാന്റ്സിൻ്റെ പാർട്സ് എന്ന് വെച്ചാൽ ആദ്യത്തേതാണ് ലീവ്സ്. അപ്പോൾ ലീവ്സ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ലീവ്സിൽ ഇങ്ങനെ നടുക്ക് കൂടി ഒരു വെയിൻ ഉണ്ടാവും. ഇതേനാ ഈ ബുക്കിൽ കണ്ട, ഇതാണ് ഒരു റെറ്റിക്കുലേറ്റ് വെയിൻ എന്ന് വെച്ചാൽ ഇങ്ങനെ നേരെ ഒരെണ്ണം ഉള്ളത്, പിന്നെ സൈഡിലേക്ക് കുനുകുനാന്ന്, പിന്നെ അതിൻ്റെ ഷേപ്പും ഇങ്ങനെ ഒരു ലോട്ടസിൻ്റെ കണക്കായിരിക്കും. അപ്പോൾ അതാണ് ആദ്യത്തേത്, റെറ്റിക്കുലേറ്റ്. അങ്ങനെ നമുക്ക് ലീവ്സിനെ ടൈപ്പാക്കാം. പിന്നെ രണ്ടാമത്തെ ടൈപ്പാണ് ഈ ലീവ് കണ്ട, അതിന് നടുക്കേക്ക് മാത്രം ഒരു വെയിനുള്ളൂ. അതാണ് പാരലൽ. എന്താണ് പാരലൽ? മനസ്സിലായോ? അപ്പം ലീവ്സിന് നമ്മൾ 2 ടൈപ്പ് ആയത് കണ്ടു. ഇനി നമുക്ക് പ്ലാന്റ്സിനെ തന്നെ 5 ടൈപ്പാക്കാം. ആദ്യത്തേതാണ് ട്രീസ്. പിന്നെ ട്രീസ് കഴിഞ്ഞിട്ട് ഹെർബ്, ഷ്രബ്, ട്രീ. പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്, ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും. ട്രീ വേണ്ട, ട്രീ നമ്മൾ നേരത്തെ എഴുതാം. അപ്പം ഈ 3 എണ്ണമാണ് ഉള്ളത്. പിന്നെ നമുക്ക് റൂട്ട്സ്, അടുത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂട്ട്സിനെ നമുക്ക് 2 ആക്കാം. റൂട്ട്സ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉള്ളത് ഒരു ടാപ്പ് റൂട്ടാണ്. എന്താണ് ടാപ്പ് റൂട്ട്? പിന്നെ ഇതാണ് ഒരു ഗ്രൗണ്ട്. ഇതൊരു ഗ്രൗണ്ടാന്ന് വിചാരിക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെടി, പക്ഷെ അതിൻ്റെ അടിയിലോട്ട് റൂട്ട്സ് ഇങ്ങനെ വയ്ക്കും. അതാണൊരു ഫൈബ്രസ്. അങ്ങനെ നമുക്ക് 2 ടൈപ്പായിട്ട് തിരിക്കാം. ഇനി അടുത്താണ് സീഡ്. സീഡ് ഒരു പ്ലാന്റ് ആയി വരുന്ന ഒരു പ്രോസസ്സിനാണ് ജെർമിനേഷൻ എന്ന് വിളിക്കുന്നത്. ജെർമിനേഷൻ
അപ്പോൾ ഒരു പീനട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പീനട്ട് രണ്ടാക്കുമ്പോൾ ഒരു 2 സീഡ് ഉണ്ട്. അതാണ് കോട്ടിലിഡൻസ് അല്ലെങ്കിൽ മോണോകോട്ടിലിഡൻസ് അല്ലെ ഡൈക്കോട്സ്. മനസ്സിലായോ? മോണോകോട്ട് എന്ന് വിളിക്കാൻ ഡൈക്കോട്ട് എന്ന് വിളിക്കാം. അങ്ങനത്തെ 2 ടൈപ്പാണുള്ളത്, മോണോകോട്ടും ഡൈക്കോട്ടും. ഈ 2 ടൈപ്പ് ആണുള്ളത്. അപ്പം ഇതൊക്കെയാണ് നമുക്കിന്ന് പ്ലാന്റ്സിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ആനിമൽസ്. ആനിമൽസിനെ നമുക്ക് ഫുഡ് ഹാബിറ്റ്സ് വെച്ചാണ് നമ്മൾ ഡിഫർ ചെയ്യുന്നത്. ഫുഡ് ഹാബിറ്റ്സ് ആദ്യതാണ് ഹെർബിവോഴ്സ്. ഹെർബിവോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് അവർ പ്ലാന്റ്സ് ആണ് തിന്നുന്നത്. അടുത്താണ് കാർണിവോഴ്സ്. കാർണിവോഴ്സ് ഫ്ലഷ് ഒക്കെയാണ് തിന്നുന്നത്, മീറ്റ് അതൊക്കെയാണ് തിന്നുന്നത്. പിന്നെ അടുത്താണ് ഒമ്നിവോഴ്സ്. ഒമ്നിവോഴ്സ് എന്ന് വെച്ചാൽ 2 തിന്നും. സാധാരണ നമ്മളൊരു ഒമ്നിവോറാണ്. ഹെർബിവോറ് പശു, ഇത് കാർണിവോർ ടൈഗർ, അതൊക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ഗ്രാഫിക്സ് ഒന്നും ഇടാൻ അറിയില്ല, അതുകൊണ്ട് പ്ലീസ് കമൻറ്റ് ചെയ്യുക.